ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് സെന്റൻസുകളാണ്. അതായത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് സെന്റൻസുകളാണ് കേട്ടോ. നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സെന്റൻസുകളാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അവസാനം നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഓക്കെ, ഫസ്റ്റ് സെന്റൻസ് എന്ന് പറയുന്നത്, ഇന്നലെ ഞാൻ ഫ്രിഡ്ജ് ഓൺ ആക്കാൻ മറന്നു, അതുകൊണ്ട് എന്റെ മീൻ കേടായി. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെന്റൻസ് ആണല്ലോ. ഇന്നലെ ഞാൻ ഫ്രിഡ്ജ് ഓൺ ആക്കാൻ മറന്നു, അതുകൊണ്ട് എന്റെ മീൻ കേടായി. ഇവിടെ മീൻ കേടായി നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കുറെ മുമ്പേ. നമ്മൾ കഴിക്കുന്ന സാധനങ്ങള് കേടായി എന്ന് പറയാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഒരു പ്രോഡക്റ്റുകൾ കേടായി എന്ന് പറയാൻ, അതായത് ഉപകരണങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഉപകരണങ്ങൾ കേടായി എന്ന് പറയാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാനൊന്ന് നോക്കട്ടെ, കിട്ടുകയാണെങ്കിൽ കുറേ മുന്നത്തെ വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഈ വീഡിയോക്ക് താഴെ കമന്റിൽ പിൻ ചെയ്ത് വെക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണത്. അപ്പോൾ ഞാൻ ഇന്നലെ ഫ്രിഡ്ജ് ഓൺ ആക്കാൻ മറന്നു, അതുകൊണ്ട് എൻ്റെ മീൻ കേടായി. നമുക്കൊക്കെ സംഭവിക്കാറുള്ളതാണ് അല്ലെ. എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഇന്നലത്തെ കാര്യമാണല്ലോ. ഐ ഫോർഗോട്ട് ടു സ്വിച്ച് ഓൺ ദ ഫ്രിഡ്ജ് യെസ്റ്റർഡേ. ഐ ഫോർഗോട്ട് ടു സ്വിച്ച് ഓൺ ദ ഫ്രിഡ്ജ് യെസ്റ്റർഡേ. അതായത് ഞാൻ ഇന്നലെ ഫ്രിഡ്ജ് ഓൺ ആക്കാൻ മറന്നു. സോ മൈ ഫിഷ് ഗോഡ് സ്പോയിൽഡ്. അപ്പൊ കേടായി എന്ന് പറയാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ കഴിക്കുന്ന സാധനങ്ങൾ കേടായി എന്ന് പറയാൻ വേണ്ടിയിട്ട് സ്പോയിൽഡ് എന്നാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് കേട്ടോ. ഐ ഫോർഗോട്ട് ടു സ്വിച്ച് ഓൺ ദ ഫ്രിഡ്ജ് യെസ്റ്റർഡേ, സോ മൈ ഫിഷ് ഗോഡ് സ്പോയിൽഡ്. ഓക്കെ, ഇന്നലെ ഞാൻ ഫ്രിഡ്ജ് ഓൺ ആക്കിയില്ല, കാരണം നല്ല ഇടിയും മിന്നലും ആയിരുന്നു എന്ന് പറയാറുണ്ടല്ലോ. ഐ ഡിഡിൻ ടേൺ ഓൺ ദ ഫ്രിഡ്ജ് യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ ഫ്രിഡ്ജ് ഓൺ ആക്കിയില്ല, ബിക്കോസ് ദർ വാസ് ഹെവി തണ്ടർ ആൻഡ് ലൈറ്റ്നിങ്. തണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടിയാണ്, ലൈറ്റ്നിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിന്നലാണ്. പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ എങ്ങനെയാ പറയാ? ഐ ഡിഡിൻ ടേൺ ഓൺ ദ ഫ്രിഡ്ജ് യെസ്റ്റർഡേ because there was heavy thunder and lightning. ഇന്നലെ ഞാൻ ഫ്രിഡ്ജ് ഓൺ ആക്കിയില്ല, കാരണം നല്ല ഇടിയും മിന്നലുമായിരുന്നു. ഓക്കെ, നെക്സ്റ്റ്, ഒരാഴ്ച ഫ്രിഡ്ജ് ഓൺ ആക്കാത്തത് കൊണ്ട് എൻ്റെ ഫ്രിഡ്ജ് കേടായി. ഇങ്ങനെ നമ്മൾ പറയാറുണ്ടല്ലോ, ഒരാഴ്ച ഫ്രിഡ്ജ് ഓൺ ആക്കാത്തത് കൊണ്ട് എൻ്റെ ഫ്രിഡ്ജ് കേടായി. ഇവിടെ കേടായി എന്ന് പറയുന്നത് എന്താണ്? ഒരു ഉപകരണമാണ് അല്ലെ. ഫ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു ഉപകരണമാണ്. ഇവിടെ നമ്മൾ സ്പോയിൽഡ് എന്ന് യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഇവിടെ നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാല്, മൈ ഫ്രിഡ്ജ് ഗോഡ് ഡാമേജ്ഡ്. നേരത്തെ എന്താ പറഞ്ഞത്? ഗോഡ് സ്പോയിൽഡ് എന്ന് പറഞ്ഞു അല്ലെ. അപ്പോൾ അത് ഭക്ഷണ സാധനങ്ങളായതുകൊണ്ട് നമ്മൾ സ്പോയിൽഡ് യൂസ് ചെയ്തു. മൈ ഫ്രിഡ്ജ് ഗോഡ് ഡാമേജ്ഡ് അല്ലെ. ഒരു വസ്തു കേടായി എന്ന് പറയാൻ വേണ്ടിയിട്ട് ഡാമേജ്ഡ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ബിക്കോസ് ഐ ഡിഡിൻ ടേൺ ഇറ്റ് ഓൺ ഫോർ എ വീക്ക്. അപ്പോ മൈ ഫ്രിഡ്ജ് ഗോട്ട് ഡാമേജ്ഡ് ബിക്കോസ് ഐ ഡിഡിൻ ടേൺ ഇറ്റ് ഓൺ ഫോർ എ വീക്ക്. ഓക്കെ, നെക്സ്റ്റ്, ഞാൻ ഫ്രിഡ്ജ് ഓൺ ആക്കിയിരുന്നെങ്കിൽ എൻ്റെ മീൻ കേടാകില്ലായിരുന്നു. നമ്മൾ പറയാറുണ്ടല്ലോ, ഞാൻ ഫ്രിഡ്ജ് ഓൺ ആക്കിയിരുന്നെങ്കിൽ എൻ്റെ മീൻ കേടാകില്ലായിരുന്നു. കഴിഞ്ഞു പോയൊരു കാര്യമാണ് പറയുന്നത്. ഓക്കെ, ഇഫ് ഐ ഹാഡ് ടേൺഡ് ഓൺ ദ ഫ്രിഡ്ജ്. ഇഫ് ഐ ഹാഡ് ടേൺഡ് അല്ലെ, ഹാഡ് വരുമ്പോൾ ടേൺഡ് ആണല്ലോ. അപ്പം ഇഫ് ഐ ഹാഡ് ടേൺഡ് ഓൺ ദ ഫ്രിഡ്ജ്, ഞാൻ ഫ്രിഡ്ജ് ഓൺ ആക്കിയിരുന്നെങ്കിൽ my fish wouldn't have gotten spoiled. If I had turned on the fridge, my fish wouldn't have gotten spoiled. ഇവിടെ gotten എന്ന് പറഞ്ഞാലും got എന്ന് പറഞ്ഞാലും V3N തന്നെയാണ് കേട്ടോ. രണ്ട് രീതിയിൽ നമ്മൾ ഗെറ്റിന്റെ V3 നമ്മൾ രണ്ട് രീതിയിൽ പറയാറുണ്ട്. ഗോട്ട് എന്നും ഗോട്ടൺ എന്നും പറയാറുണ്ട്. അപ്പൊ വുഡ് ഹാവും വുഡിൻ ഹാവും ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ വെർബ് V3 ഫോമിലാണല്ലോ. അപ്പോ നമ്മളിവിടെ ഗോട്ടൺ സ്പോയിൽഡ് എന്നും പറയാം, അല്ലെങ്കിൽ ഗോഡ് സ്പോയിൽഡ് എന്നും പറയാം കേട്ടോ. അപ്പൊ ഇഫ് ഐ ഹാഡ് ടേൺഡ് ഓൺ ദ ഫ്രിഡ്ജ്, മൈ ഫിഷ് വുഡിൻ ഹാവ് ഗോട്ടൺ സ്പോയിൽഡ് അല്ലെങ്കിൽ ഗോഡ് സ്പോയിൽഡ് എന്ന് പറയാം. ഓക്കെ, നീ ഫ്രിഡ്ജിൽ വെള്ളം വെക്കാറുണ്ടോ? നീ ഫ്രിഡ്ജിൽ വെള്ളം വെക്കാറുണ്ടോ? ഡു യു കീപ് വാട്ടർ ഇൻ ദ ഫ്രിഡ്ജ്? ഡു യു കീപ് വാട്ടർ ഇൻ ദ ഫ്രിഡ്ജ്? നീ ഫ്രിഡ്ജിൽ വെള്ളം വെക്കാറുണ്ടോ? ഓക്കെ, ഞാൻ വല്ലപ്പോഴും
ഫ്രിഡ്ജിൽ വെള്ളം വെക്കാറുള്ളൂ. നമ്മൾ പറയാറുണ്ടല്ലോ, ഞാൻ വല്ലപ്പോഴേ ഫ്രിഡ്ജിൽ വെള്ളം വെക്കാറുള്ളൂ എന്നെങ്ങനെ പറയാ? ഈ വല്ലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്നുള്ള ഒരു മീനിങ് ആണ്. അവിടെ നമുക്ക് സംടൈംസും യൂസ് ചെയ്യാം, ഒക്കേഷണലി എന്നും യൂസ് ചെയ്ത് പറയാം. ഐ സംടൈംസ് കീപ് വാട്ടർ ഇൻ ദ ഫ്രിഡ്ജ് എന്ന് പറയാം. ഐ സംടൈംസ് കീപ് വാട്ടർ ഇൻ ദ ഫ്രിഡ്ജ്. ഞാൻ ചിലപ്പോഴൊക്കെ ഫ്രിഡ്ജിൽ വെള്ളം വെക്കാറുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഒക്കേഷണൽ യൂസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഐ ഒക്കേഷണലി കീപ് വാട്ടർ ഇൻ ദ ഫ്രിഡ്ജ് എന്ന് വേണമെങ്കിലും പറയാം കേട്ടോ. രണ്ടും നമുക്ക് ഇതിനെ യൂസ് ചെയ്യാം. ഓക്കെ, ഇനി വല്ലപ്പോഴും എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള വേറൊരു വേർഡാണ് വൺസ് ഇൻ എ വൈൽ എന്നുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് യൂസ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് സംടൈംസോ അല്ലെങ്കിൽ ഒക്കേഷണലിയോ ആണ്. ഓക്കെ, ഞാൻ വല്ലപ്പോഴും ഫ്രിഡ്ജിൽ പഴങ്ങൾ വെക്കാറുണ്ട്. ഞാൻ വല്ലപ്പോഴും ഫ്രിഡ്ജിൽ പഴങ്ങൾ വെക്കാറുണ്ട്. ഉണ്ടെന്നാണ് പറയുന്നത്. ഐ സംടൈംസ് കീപ് ഫ്രൂട്ട്സ് ഇൻ ദ ഫ്രിഡ്ജ്. നേരത്തെ നമ്മൾ വാട്ടർ എന്ന് പറഞ്ഞു, അതിന് പകരം ഫ്രൂട്ട്സ് എന്ന് പറയാം. സിമ്പിൾ ആണല്ലോ. ഐ ഒക്കേഷണലി കീപ് ഫ്രൂട്ട്സ് ഇൻ ദ ഫ്രിഡ്ജ്. ഐ സംടൈംസ് കീപ് ഫ്രൂട്ട്സ് ഇൻ ദ ഫ്രിഡ്ജ്. ഓക്കെ, ഞാൻ സാധാരണയായി രാത്രി തണുത്ത വെള്ളം കുടിക്കാറുണ്ട്. അല്ലെ, ഓരോരുത്തർക്കും ഓരോ ശീലങ്ങളാണ് അല്ലെ. അപ്പൊ ഞാൻ സാധാരണയായി രാത്രി തണുത്ത വെള്ളം കുടിക്കാറുണ്ട്. അതായത് പതിവായി എന്നുള്ളൊരു മീനിങ് ആണ്. ഞാനാണ് സബ്ജക്റ്റ്. ഐ യൂഷ്വലി ഡ്രിങ്ക് കോൾഡ് വാട്ടർ അറ്റ് നൈറ്റ്. ഐ യൂഷ്വലി ഡ്രിങ്ക് കോൾഡ് വാട്ടർ അറ്റ് നൈറ്റ്. സാധാരണയായി രാത്രി തണുത്ത വെള്ളം കുടിക്കാറുണ്ട്. ഇനി നമ്മളൊക്കെ ഭക്ഷണം ഫ്രിഡ്ജിൽ വെക്കാറുള്ളവരാണ് അല്ലെ. ചിലരൊക്കെ കുറേ സമയത്തേക്ക് വെക്കാറുണ്ട്, 2 ദിവസം 3 ദിവസമൊക്കെ വെക്കാറുണ്ട്. ചിലർ വളരെ കുറച്ച് സമയം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് മലയാളത്തിൽ ഇങ്ങനെ പറയാം, ഞാൻ വിരളമായാണ് ബാക്കി ഭക്ഷണം ഫ്രിഡ്ജിൽ വെക്കുന്നത്. അതായത് ഈ വിരളമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾ ഒരുപാട് സമയം അല്ലെങ്കിൽ ഒരുപാട് ദിവസങ്ങൾ ബാക്കി ഭക്ഷണമൊക്കെ ഫ്രിഡ്ജിൽ വെക്കാറുണ്ട് അല്ലെ. എന്നിട്ട് 2 ദിവസം 3 ദിവസമൊക്കെ വെക്കാതെ അങ്ങനെ യൂസ് ചെയ്യുന്നവരുണ്ട് അല്ലെ. ചിലർക്ക് ആ ഫ്രിഡ്ജിൽ വെച്ച് ഭക്ഷണം വല്ലാതെ ഇഷ്ടപ്പെടില്ല അല്ലെ, അവർക്ക് പറ്റില്ല, ചിലപ്പോൾ വയറിന് പറ്റില്ല. അങ്ങനെയൊക്കെ വിരളമായാണ്, അതായത് കുറച്ച് സമയത്തേക്ക് മാത്രമേ അല്ലെങ്കിൽ കുറച്ച് സമയത്തേക്ക് മാത്രമേ ഞാൻ ബാക്കി ഭക്ഷണം ഫ്രിഡ്ജിൽ വെക്കാറുള്ളൂ അല്ലെങ്കിൽ വെക്കുകയുള്ളൂ എന്നൊക്കെ പറയാറുണ്ടല്ലോ. വിരളമായി അല്ലെങ്കിൽ കുറച്ച് സമയത്തേക്ക് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് റയർലി എന്ന് നമുക്ക് യൂസ് ചെയ്യാം. അതായത് ഇപ്പം പതിവായി വല്ലപ്പോഴും എന്നൊക്കെ പറയുന്നത് പോലെ തന്നെയാണ് വിരളമായി അല്ലെങ്കിൽ കുറച്ച് സമയത്തേക്ക് എന്ന് പറയാറുള്ളത്. അപ്പം ഐ റയർലി കീപ് ലെഫ്റ്റ് ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭക്ഷണത്തിനാണ് നമ്മൾ ലെഫ്റ്റ് ഓവർ എന്ന് പറയുന്നത്. അപ്പം ഐ റയർലി കീപ് ലെഫ്റ്റ് ഓവർ ഫുഡ് ഇൻ ദ ഫ്രിഡ്ജ്. ലെഫ്റ്റ് ഓവർ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ഭക്ഷണം എന്നാണ്. അപ്പോ ഐ റയർലി കീപ് ലെഫ്റ്റ് ഓവർ ഫുഡ് ഇൻ ദ ഫ്രിഡ്ജ്. ഞാൻ വിരളമായാണ് ബാക്കി ഭക്ഷണം ഫ്രിഡ്ജിൽ വെക്കാറുള്ളത്. ഓക്കെ, ഞാൻ പലപ്പോഴും ഫ്രിഡ്ജ് ഓൺ ചെയ്യാൻ മറക്കാറുണ്ട്. ഇവിടെ പലപ്പോഴും എന്ന് പറയാൻ വേണ്ടിയിട്ട് ഓഫൺ എന്ന് നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ഞാൻ മറക്കാറുണ്ട്, അതെൻ്റെ ഒരു ശീലാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പം ഞാൻ പലപ്പോഴും ഫ്രിഡ്ജ് ഓൺ ആക്കാൻ മറക്കാറുണ്ട്. ഐ ഓഫൺ ഫോർഗെറ്റ് to switch on the fridge. I often forget to switch on the fridge. I often എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും. I often forget to switch on the fridge. ഞാൻ പലപ്പോഴും ഫ്രിഡ്ജ് ഓൺ ആക്കാൻ മറക്കാറുണ്ട്. ഞാൻ വല്ലപ്പോഴും ഫ്രിഡ്ജ് വൃത്തിയാക്കാറുണ്ട്. നമ്മൾ എന്താ യൂസ് ചെയ്യുക? ഐ ഒക്കേഷണലി ക്ലീൻ ദ ഫ്രിഡ്ജ്. ഇതൊക്കെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സെന്റൻസ് അല്ലേ. ഈ ഒക്കേഷണലി, ഓഫൺ, അതുപോലെ റയർലി ഇങ്ങനെയുള്ള വേർഡ്സുകളൊക്കെ നമ്മൾ സിമ്പിൾ പ്രസന്റിലേക്ക് യൂസ് ചെയ്യാനുള്ളതായിട്ട്. അതായത് ട്യൂൺ ഡസ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു പതിവ് കാര്യം പറയാറുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള കീവേഡ്സുകളാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഐ ഒക്കേഷണലി ക്ലീൻ ദ ഫ്രിഡ്ജ്. ഞാൻ വല്ലപ്പോഴൊക്കെ ഫ്രിഡ്ജ് ക്ലീൻ ആക്കാറുണ്ട്. ഓക്കെ, ഞാൻ സാധാരണയായി കുറേ സമയം മീൻ ഫ്രിഡ്ജിൽ വെക്കാറില്ല. അതെൻ്റെ ഒരു പതിവാണ് അല്ലേ. 1 ദിവസം 2 ദിവസം അതിലേറെ ഞാൻ വെക്കാറില്ല. ഞാൻ സാധാരണയായി കുറേ സമയം ഫ്രിഡ്ജിൽ മീൻ വെക്കാറില്ല. എന്നെങ്ങനെ പറയാം? ഐ ഡോണ്ട് യൂഷ്വലി കീപ് ഫിഷ് ഇൻ ദ ഫ്രിഡ്ജ്
ഫോർ ലോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ സമയം. അപ്പം ഞാൻ സാധാരണയായി അല്ലെങ്കിൽ ഞാൻ പതിവായി കൂടുതൽ സമയം മീൻ ഫ്രിഡ്ജിൽ വെക്കാറില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ ഡോണ്ട് യൂഷ്വലി. അപ്പൊ ഇവിടെ യൂഷ്വലി എന്ന് പറയുന്നതും ഒരു കീവേഡ്സ് ആണ് കേട്ടോ, ഈ പതിവ് കാര്യം പറയാൻ വേണ്ടിയിട്ട്. ഐ ഡോണ്ട് യൂഷ്വലി കീപ് ഫിഷ് ഇൻ ദ ഫ്രിഡ്ജ് ഫോർ ലോങ് കൂടുതൽ സമയം. ഓക്കെ, അപ്പോ ഇത്രയും സെന്റൻസ് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സെന്റൻസുകളാണ് കേട്ടോ. ഇനി നിങ്ങൾക്കുള്ളൊരു സെന്റൻസ് തരാം. ഞാൻ എപ്പോഴും പാല് ഫ്രിഡ്ജിൽ വെക്കാറുണ്ട്. ഞാൻ എപ്പോഴും അല്ലെങ്കിൽ ഞാൻ എന്നും പാല് ഫ്രിഡ്ജിൽ വെക്കാറുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ പതിവ് കാര്യം പറയുന്ന സിറ്റുവേഷനിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എപ്പോഴും എന്നും എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു കീവേഡ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അത് യൂസ് ചെയ്തിട്ട് ഈ ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാട്ടോ. ഞാൻ എപ്പോഴും പാല് ഫ്രിഡ്ജിൽ വെക്കാറുണ്ട് ഇങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ കമന്റ് ആയിട്ട് അറിയിക്കുക. മാത്രമല്ല ഞാൻ തന്ന സെന്റൻസ് ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. അപ്പൊ ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.